ഈ കോഴിക്കോട് പുതിയങ്ങാടിയിൽ വന്നിറങ്ങുന്ന ചാക്കിലെ അരികളൊക്കെ ഞാൻ അങ്ങനെ നോക്കും. ഞങ്ങൾ ചാക്കിലെ അരിയാണ് എടുക്കുന്നത്, ഒരു ചാക്കരിയായിട്ടാണ് എടുക്കുന്നത്. അപ്പൊ അങ്ങനെ പോയി നോക്കും. അപ്പൊ ഞാൻ വിചാരിക്കും ഓരോ അരിയിലും ഇത്രയുമൊക്കെ വലിയ പേരുകൾ എഴുതാൻ എന്ത് പ്രയാസമായിരിക്കും. കുത്തിപ്പിടിച്ച് പൃഥ്വിരാജ് എന്നൊക്കെ ഒരു അരിമണിക്കകത്ത് എഴുതണ്ടേ, മൻമോഹൻ സിംഗ് എഴുതണ്ടേ, ഷെയ്ഖ് ഹസീന എന്ന് എഴുതിയ എത്ര ഹസീനമാരുണ്ടാകും. അപ്പൊ അങ്ങനെ പടച്ചോൻ തിരക്കിലായതുകൊണ്ട് പടച്ചോൻ അതിന് കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെ ജെൻഡേഴ്സ് ഉണ്ട്, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാനും അതിന്റെ മതവിധി പുറപ്പെടുവിക്കാനും ഒന്നും പടച്ചോന് പറ്റിയില്ല. നബിക്കും അതൊന്നും അറിയുമായിരുന്നില്ല. അപ്പോൾ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന വിവാഹ ജീവിതത്തിന്റെ പ്രാധാന്യങ്ങളും പവിത്രതകളും ശരി ഒന്നും കൂടി ഒന്ന് ഇളക്കട്ടെ. മഹാന്മാർ എഴുതുകയാണ്, അവർ പെണ്ണിനെ ഹബീബായ തങ്ങൾ ആവശ്യപ്പെട്ടാൽ നിക്കാഹിന് നിന്നു കൊടുക്കൽ ആ പെണ്ണിന് നിർബന്ധം. ഇസ്ലാമിലെ വിവാഹത്തിന്റെ മാതൃകകളാണ് കേട്ടോ. പവിത്രതയുള്ള ഇസ്ലാമിക ജീവിതം, കുടുംബ ജീവിതം, വൈവാഹിക ജീവിതം എന്താണ് എന്ന് പ്രവാചകന്റെ ജീവിതത്തിൽ പച്ചയ്ക്ക് വരച്ച് കാണിക്കുക. അല്പം ചുമന്നാലും കുഴപ്പമില്ല അല്ലേ? ശരിയാണ്. ആ പെണ്ണിനെ മറ്റൊരാള് പെൺകെട്ട് പറയൽ പോലും ഹറാമാണ്. പറ്റില്ല. നമ്മളൊരു പെണ്ണിനെ കെട്ടാൻ തീരുമാനിച്ച് വേറെ ആൾ വന്ന് ആ പെണ്ണിന് ഓനസ്റ്റായ പെണ്ണങ്ങ് പോയി പോകും. എന്നാൽ ഹബീബായ തങ്ങൾ ആഗ്രഹിച്ച പെണ്ണിനെ എന്ന് പറഞ്ഞാൽ അതിന്റെ സാധ്യത പറയാണ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹക്കിൽ അത്രയും നിർബന്ധമാണ്. വേറൊരാൾക്ക് ആ പെണ്ണിനെ കെട്ടാൻ തീരുമാനിക്കാൻ പോലും പാടില്ല. കെട്ടൽ പിന്നല്ലേ. മാത്രല്ല കേട്ടോ, യജിബു അലാ സൗജിഹാ ത്വലാഖുഹാ. ഒരു ഭാര്യ ഭർത്താവും കൂടി ഇങ്ങനെ പോവാ. അപ്പൊ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഓളാണെന്നോട്ടെ. ഹബീബായ തങ്ങൾ കെട്ടാൻ ആഗ്രഹിച്ചു പോയാൽ ആ ഭർത്താവ് സൗന്ദര്യവും പെണ്ണും പ്രവാചകന്റെ വീക്ക്നെസ് ആണെന്ന് നമുക്കറിയാം. ശരി, പെണ്ണിങ്ങനെ പോവുക, ഭാര്യയും ഭർത്താവ് അവളവിടെ നിന്നോട്ടെ. എന്നാ ശരി നബി, ഇന്നാണെങ്കിലേ നബി പിന്നെ ബാക്കി ഉണ്ടാവില്ല. അവന്റെ ഭാര്യയെ നോക്കിയിട്ട് അവളവിടെ നിന്നോട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നബി പിന്നെ അങ്ങനെയാണല്ലോ. ശരി, നിർബന്ധമാണ്. അല്ല നബിയെ, ഞാനൊന്ന് ഒന്നുമൊക്കെ എടുത്ത് കൈയും കാലും ഒക്കെ കഴുകിയിട്ട് പറ്റില്ല ഇപ്പൊ പറയണം. അല്ല നബി, എന്റെ രണ്ട് കയ്യിൽ നിറയെ സാധനങ്ങൾ ഇരിക്കുകയാണ്, ഞാൻ ഇതൊക്കെ ഒന്ന് വീട്ടിൽ കൊണ്ടുവന്ന് ഒതുക്കി വെച്ചിട്ട് പറ്റില്ല. വായി കൊണ്ടല്ലേ തൊലാക്ക് പറയുന്നത്. ഇനി ഈ നിമിഷം മുതൽ അവൾ എന്റേതാണ്. മര്യാദയ്ക്ക് തൊലാക്ക് പറഞ്ഞു, ബൈ പറഞ്ഞു, ഓടിക്കോ നീ. ശരി, ഇതിന്റെ വിഷയത്തിൽ എത്ര പറയാണ്ട്. അസ്രൽ മത്താലിബ് കയ്യിലില്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞുതരാം, ഞങ്ങൾ കാണിച്ചു തരാം. പറയാം. ഇനി കേട്ടോ, ഇനി മൊത്തം പറ്റും. അതെങ്ങനെ കെട്ടൽ? ബാബു, ഇവന്മാരല്ല കുറ്റക്കാരൻ. ഇവന്മാരെ പൊട്ടന്മാരെന്നും ഡാഷ് എന്നും ഒന്നും നമ്മൾ പറയണ്ട. ഈ പുസ്തകത്തിനകത്തുള്ളത് ഇവര് പച്ചയ്ക്ക് വന്ന് പറയുന്നു. മറ്റേ പണ്ഡിതന്മാര് ഇത് മറച്ചു വെച്ച് നമ്മളെ പറ്റിക്കുന്നു. ഈ മതം എന്തോ വലിയ മാനവികതയാണെന്നും ഡാഷ് ആണെന്നും ഒക്കെ പറഞ്ഞ് നമ്മളെ അവര് പറ്റിക്കുന്നു. ഇവര് പച്ചയ്ക്ക് പറഞ്ഞ് നമ്മുടെ മുമ്പിൽ പരിഹാസ്യരാകുന്നു. അത്ര വ്യത്യാസമേ ഉള്ളൂ. മാത്രമല്ല, കെട്ടിച്ചു കൊടുക്കാനും പറ്റും. ഇന്ന പെണ്ണിനെ ഇന്ന ആൾക്ക് കെട്ടിച്ചു കൊടുക്കാം. അതിന് പെണ്ണിന്റെ സമ്മതം ആവശ്യമില്ല, പെണ്ണിന്റെ വാപ്പന്റെ സമ്മതം ആവശ്യമില്ല. കാരണം ആ വാപ്പന്റെയും മുകളിലുള്ള വലിയ ആള് ഉണ്ടാക്കിയവനും വേണ്ട, ഒന്നും പറയാൻ റൈറ്റ്സ് ഇല്ല. വളർത്തിയവനും ഒന്നും പറയാൻ റൈറ്റ്സ് ഇല്ല. നോക്കി നിന്ന മമ്മദണ്ണം പറയണ്ട, നീ അങ്ങോട്ട് കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞാൽ കൊണ്ടുപോയിക്കോണം. ഏഴാമത്തതായിട്ട് ഇനി 8, ചിലപ്പോ അള്ളന്നെ നേരിട്ട് കെട്ടിച്ചു കൊടുക്കും. അവിടെ ഈജാബും കബൂലും തന്നെയല്ല. ഞാൻ സ്വീകരിച്ചു പറയാലോ, അതില്ലല്ലോ. ഏത് എന്നൊക്കെ പറയില്ലേ, അതിന്റെ ഒന്നും ആവശ്യമില്ല. അന്ന് നേരിട്ട് കെട്ടിച്ചു കൊടുക്കും. അങ്ങനെ കെട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഹബീബായ മുത്ത റസൂൽ. ഈ സൂര്യനെ ഒക്കെ പറക്കി പിശാചിനെ എറിഞ്ഞിട്ട്, നക്ഷത്രങ്ങളെ ഒക്കെ പറക്കി സൂര്യനെ എറിഞ്ഞിട്ട്, പിശാചിനെ നക്ഷത്രങ്ങളെ പറക്കി പിശാചിനെ എറിയുന്നു. സൂര്യനെയൊക്കെ ചെളിക്കുണ്ടിൽ അസ്തമിപ്പിച്ചിട്ട് പടച്ചോൻ അതിന്റെ ഇടയ്ക്ക് കെട്ടിച്ചു കൊടുക്കാനും നേരമുണ്ടോ? പടച്ചോൻ പിന്നെ ബെഡ്റൂമിലേക്ക് എത്തി നോക്കാൻ രാത്രി വരും. പകല് കെട്ടിച്ചു കൊടുക്കും, രാത്രി എത്തി നോക്കാൻ വരും. അതാണ് പടച്ചോന്റെ ഒരു രീതി കേട്ടോ. കാരണം നബിക്ക് മാത്രമല്ല, എല്ലാവർക്കും അത് തന്നെയാണ് പടച്ചോൻ ചെയ്യുന്നത്. രാത്രി ബെഡ്റൂമിലേക്ക് എത്തി നോക്കലാണ് പടച്ചോന്റെ ജോലി. എന്തിനാണെന്നറിയാമോ? അവളിനി ഇയാളുമായിട്ട് ലൈംഗിക ബന്ധത്തിന് സമ്മതിച്ചിട്ടില്ലെങ്കിലോ ശപിക്കണ്ടേ? അങ്ങനെ ഹലാൽ എത്തിനോട്ടത്തിന് നമ്മുടെ പടച്ചോൻ കുറച്ചൊരു കേമന. ഇത് കേൾക്കുമ്പോൾ വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് എന്നോട് ദേഷ്യം തോന്നിയിട്ട് കാര്യമില്ല സുഹൃത്തുക്കളെ. ഇതൊക്കെ നമ്മുടെ ഗ്രന്ഥങ്ങളിലുള്ളതാണ്.
ഒരു ഭാര്യയെ ഭർത്താവ് ലൈംഗിക ബന്ധത്തിന് വിളിച്ചിട്ട് പോയിട്ടില്ലെങ്കിൽ നേരം വെളുക്കുന്നത് വരെ അവളെ പടച്ചോൻ ശപിക്കുമെന്ന് പറയുന്നത്. എന്തോത്തിനാ ശപിക്കുന്നത്? അവളുടെ മനസ്സിലേക്ക് അയാളോടുള്ള ഒരു അനുരാഗമോ അല്ലെങ്കിൽ സെക്സിനോടുള്ള ഇഷ്ടമോ ഇട്ട് കൊടുത്താൽ പോരെ? പടച്ചോൻ വിചാരിച്ചാൽ അതൊന്നും നടക്കില്ലേ? അതെ, ശരിയല്ലേ? മറിയമിന്റെ ഫർജിൽ ഊതാൻ വേണ്ടിയിട്ട് ജിബ്രീലിനെ പറഞ്ഞു വിട്ടു പടച്ചോൻ. മറിയമിന്റെ തുണി പൊക്കി ജിബ്രീലാണെങ്കിലും പടച്ചോനാണെങ്കിലും ആരാണെങ്കിലും ഊതി. അവർ ഗർഭിണിയാവുകയും ചെയ്തു. ഊതി കുട്ടിയെ ഉണ്ടാക്കുന്ന ഒരു രീതി കൂടി പഠിപ്പിച്ചു തന്നു. ഇതൊക്കെ പടച്ചോൻ ചെയ്യുന്നതാ. എന്നോട് നിങ്ങൾ ദേഷ്യം തോന്നിട്ട് ഒരു കാര്യവുമില്ല. നമ്മുടെ പുസ്തകത്തിനകത്തുള്ളത് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. നോക്ക്, നിങ്ങൾ ഒറ്റ വാക്കിലങ്ങ് പറഞ്ഞു പോവുക. ഹബീബായ തങ്ങൾക്കുള്ള നിയമം തന്നെയാണ്, ഒക്കെ ഒരു നിയമമാണ്. 4 ഭാര്യമാരെ സ്വീകരിക്കാം. ഹബീബായ തങ്ങൾക്ക് ഇഹ്റാമിലായി നിക്കാഹ് ശരിയാവും. വലിയ വേണ്ട, സാക്ഷി വേണ്ട, മഹ്ർ വേണ്ട. പെണ്ണിനോട് അങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ ഒട്ടും സ്വീകരിക്കാൻ നിർബന്ധം. പിന്നെ വേറൊരാൾക്ക് അവളെ പെൺകെട്ട് പറയാൻ പോലും പാടില്ല. ഭർത്താവുള്ള പെണ്ണാണെങ്കിൽ ഭർത്താവ് തൊലാക്ക് ചൊല്ലിക്കൊള്ളണം. മാത്രമല്ല ആർക്കും ഏത് പെണ്ണിനെയും കെട്ടിച്ചു കൊടുക്കാം. അന്ന് തന്നെ നേരിട്ട് കെട്ടിച്ചു കൊടുക്കുന്നു. 9ാമത് മഹാൻ പറയാ, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് നോമ്പിൽ ഓരോന്നിനും വ്യത്യസ്ത നിയമ. നോമ്പിന്റെ കാര്യത്തിൽ സൗമിൽ വിശ്വാലുണ്ട്. എന്താ ഞാന് റെസ്ലിംഗ് കേട്ടോ. നമ്മുടെ സെത്ത് റോളിൻസ് എന്നും പറഞ്ഞൊരു താരമുണ്ട്. ഈ സെത്ത് റോളിൻസിന്റെ ഭാര്യയാണ് ബെക്കി ലിഞ്ച്. രണ്ടുപേരും സൂപ്പർ സ്റ്റാറുകളാണ്. വേൾഡ് ഹെവി വെയിറ്റ് വിന്നേഴ്സ് ആണ്. മറ്റവര് വുമൺ ചാമ്പ്യൻ ആണ്. സെത്ത് റോളിൻസും ബെക്കി ലിഞ്ചും കൂടെ റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ നബി ഈ ബെക്കി ലിഞ്ചിനോട് പറയാണ് അവിടെ നിന്നോ, അല്ലെങ്കിൽ സെത്ത് റോളിൻസിനോട് പറയുവാണ് അതെ അവൾ അവിടെ നിന്നോട്ടെ, എന്തായിരിക്കും പിന്നീട് കാണുന്നത്? രണ്ടുപേരും ചാമ്പ്യന്മാരാണ് കേട്ടോ. അതുകൊണ്ട് ഈ കാലഘട്ടത്തിലാണ് പ്രവാചകനെങ്കിൽ പറയാനില്ല ആളൊന്നുണ്ടാകുമായിരുന്നില്ല. ആരുടെയെങ്കിലും ഒക്കെ കൈക്കേരയാകുമായിരുന്നു, സംശയമില്ല. അപ്പോൾ പ്യൂരിറ്റിയുള്ള വൈവാഹിക ജീവിതം ഇസ്ലാം പഠിപ്പിക്കുന്നത് വരട്ടെ ഉസ്താദ്. വരും തലമുറ വേണമെങ്കിൽ ഇങ്ങനെ ടുഗദർ ആയിട്ട് ഇങ്ങനെ ജീവിക്കുക, ഒരുമിച്ച് ഇങ്ങനെ ജീവിക്കുക. അത് തന്നെ ആണെന്നെ വേണമെന്നൊന്നുമില്ല. പെണ്ണിന് ആണായാലും മതി, ആണിന് ആണ്, പെണ്ണിന് പെണ്ണ്, ഗൈസ്, ലെസ്ബിയൻ, ഇങ്ങനെ ഓരോരുത്തരും അങ്ങനെ പെണ്ണിനെ കല്യാണം കഴിക്കുന്നു, ആണിനെ കല്യാണം കഴിക്കുന്നു. ഈ അവസ്ഥയിലേക്ക് നമ്മുടെ തലമുറ പോയാൽ എവിടേക്കാണ് ഈ പോകുന്നത്? ഇതിനാണ് പറയുന്നത് നല്ല സഹനത്തോടുകൂടി ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള ദാമ്പത്യ ജീവിതത്തിന്റെ മൂല്യങ്ങള് നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്താലല്ലാതെ. അത് വേണോ? കുറച്ച് കടുത്തു പോയില്ലേ? ഇസ്ലാമിക വിവാഹമൊക്കെ കുറച്ച് പാടല്ലേ ഉസ്താദേ? വരും തലമുറ രക്ഷപ്പെടൂല. ഈ ദുരന്തം, ഈ നിയമം ഇങ്ങനെ തന്നെ പഠിച്ച് ഫോളോ ചെയ്ത പാകിസ്ഥാനും അഫ്ഗാനും ഇറാനും ഇറാഖും ഒന്നും രക്ഷപ്പെട്ടില്ല. പിന്നെയാണ് ഇപ്പൊ നമുക്ക് ഇവിടം കൊണ്ടൊന്നും അവസാനിക്കൂല. എത്ര ഗൗരവത്തോടെയാണ് മുത്ത മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ ഓതിയിട്ട് പറഞ്ഞത്, വഅശ്റൂന ബിൽ മഅറൂഫ്, ഇണകളോട് നിങ്ങൾ നല്ല നിലക്ക് വർത്തിക്കണേ. അതുകൊണ്ടാണ് ഉസ്താദേ നബിയുടെ ഭാര്യമാര് 2 ചേരിയിലായിട്ട് പരസ്പരം തമ്മിൽ തല്ല് കൂടിയത്. മര്യാദ. ശരി, ഭർത്താക്കന്മാരോടുള്ള കൽപ്പനയാണ്, ഖൈറുക്കും ലിഅഹ്ലിഹി, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ തന്റെ കുടുംബത്തോട് ഏറ്റവും നന്നായി വർത്തിക്കുന്നവനാണ്. വഅന ഖൈറുക്കും ലിഅഹ്ലി. അതില് നബി ഏതാണ്ട് പരാജിതനായിരുന്നു. വീട്ടിൽ മര്യാദയ്ക്ക് ചെലവിന് പോലും കൊടുക്കാതെ ആയിഷ പോയിട്ട് അബൂബക്കറിനോട് പരാതി പറഞ്ഞ ചരിത്രമൊക്കെ നമ്മളെ കൊണ്ട് പറയിപ്പിക്കണം. ശരി, എന്റെ കുടുംബത്തോട് ഏറ്റവും മെച്ചപ്പെട്ട നിലക്ക് വർത്തിക്കുന്നയാളാണ് ഞാനെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദര, ആലോചിക്ക്. സ്ത്രീയോട് പറഞ്ഞില്ലേ, നിന്റെ ഭർത്താവിന്റെ മുമ്പിൽ നീ ഏറ്റവും കൂടുതൽ വിനീതയാവണം, അച്ചടക്കം പാലിക്കണം, അയാളുടെ ആഗ്രഹങ്ങൾ അറിയണം, അയാളുടെ ഇഷ്ടങ്ങൾ അറിയണം, അയാളുടെ താല്പര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കണം. അങ്ങനെ നിങ്ങൾ പരസ്പരം തിരിച്ചു വേണ്ടേ? വൺ വേ ട്രാഫിക് ആണ് അല്ലേ? ശരിയാണ്. ലോകം മുഴുവനും വിഭവങ്ങളാണ്. അതിലേറ്റവും നല്ല വിഭവം അനുസരണയുള്ള ഒരു സ്ത്രീയാണ് എന്നാ പറഞ്ഞത്. ആ അനുസരണയ്ക്ക് ലിമിറ്റ് എന്താണെന്ന് അറിയാമോ? ഭർത്താവിന്റെ ഒരു മൂക്കിൽ നിന്ന് ചലവും മറ്റേ മൂക്കിൽ നിന്ന് രക്തവും ഒഴുകിയാൽ അത് നക്കി കുടിച്ചാൽ പോലും പെണ്ണിന് ഭർത്താവിനോടുള്ള കടമ പൂർണ്ണമാകില്ല എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത് അത്രേ. അപ്പോ ഭാര്യയ്ക്ക് കുറച്ച് കടമകൾ കൂടുതലാണല്ലേ, ബാധ്യതകളും. പുരുഷന് പിന്നെ അതൊന്നും ഇല്ലല്ലോ. കാരണം എണ്ണമറ്റ ഭാര്യമാരോട് എല്ലാവരോടും ഇങ്ങനെ നീതി പുലർത്തൽ നടക്കുന്ന കേസാണോ ഇപ്പോൾ?